3000 വാച്ച് അവർ എല്ലാം കുറഞ്ഞു. പാവ ഇപ്പോൾ 1000 വന്ന് നിൽക്കുന്നു. ആരെ ഡിലീറ്റ് ആക്കി കളഞ്ഞു? മോഡ് കൊടുത്തോ? മാനേജിങ് മോഡറേറ്റർ കൊടുത്തോ? ആർക്കെങ്കിലും മാനേജിങ് മോഡറേറ്റർ കൊടുത്തായിരുന്നോ ആർക്കെങ്കിലും? ശ്രീ പാർവതി ഹായ് പറയുന്നുണ്ട്. ഹായ് ശ്രീ പാർവതി, വെൽക്കം, ലൈവിലേക്ക് സ്വാഗതം. അഭി ആലോചിക്കുന്നുണ്ട് അതെന്നെ ആരെന്നെ ഡിലീറ്റ് ആക്കിയത്? അയ്യോ, മാനേജിങ് മോഡറേറ്റർ ആർക്ക് കണ്ടോ? ആരോ ഡിലീറ്റ് ചെയ്യുന്നു. ആ ഇത്തയുടെ വീഡിയോസ്. അയ്യോ, വേഗം എടുത്ത് മാറ്റാൻ പറ, അത് മൊത്തം കളയും. ഏതോ ഭ്രാന്തന്മാരാണ് അത്. എന്റെ പൊന്നെ, ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത കാലം. എന്തിനീ ചതിയൊക്കെ ചെയ്യണ ദൈവമേ. ഒരു വീഡിയോ റെഡിയാക്കി ഇടാനായിട്ട് നമ്മൾ എത്രയും സമയം എടുക്കുമെന്നറിയാവോ? ഈ വൃത്തികെട്ടവന്മാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണതോ? ശ്രീ ലൈക്ക് തരുന്നുണ്ട്. അബി അത് ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തന്നത് മാനേജിങ് ആണ് കേട്ടോ അഭിജിത്തെ. അത് വേറെ ആർക്കും കൊടുത്തേക്കരുത് കേട്ടോ. വേറെ ആർക്കെങ്കിലും അഥവാ അറിയാതെ പോലും കൊടുക്കരുത്, അതാണ് പറഞ്ഞത്. എനിക്കതങ്ങനെ ഇട്ടിട്ടുണ്ട് അഭിജിത്ത്. അത് പിന്നെ മാറ്റണമെങ്കിൽ മാറ്റണം കേട്ടോ. അഭിജിത്ത് ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ഷിജി ഇതുവരെ വന്ന എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഷിജി. മാനേജിങ് മോഡറേറ്റർ ആർക്കെങ്കിലും കൊടുത്താൽ നമുക്ക് ഇപ്പൊ ഈ അഭിജിത്ത് എനിക്ക് മാനേജിങ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അഭിജിത്തിന്റെ ഷോർട്സ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഷോർട്സ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാം, മോഡറേറ്റർ ആർക്കെങ്കിലും കൊടുക്കാം, മോഡ് മാറ്റാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് മാനേജിങ് മോഡറേറ്റർ ആർക്കെങ്കിലും പോയാലുള്ള കുഴപ്പം. ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യും. ഇതുവരെ വന്ന എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്. അമ്മ ഹായ് പറയുന്നത്. അമ്മ വന്നല്ലോ, അമ്മേ ഹായ്.